റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു എന്ന് പറയുന്നു. ആ വ്യക്തി വീട്ടിൽ ഭർത്താവിനോട് പിണക്കമാണ്, ആ ഭർത്താവ് വീട്ടിൽ ഭാര്യയോട് പിണക്കമാണ്. മുത്തുനബിയെ സ്വപ്നം കണ്ടു എന്ന് പറയുന്നു. അയൽവാസികൾക്ക് ഇദ്ദേഹത്തെ വെറുപ്പാണ്. ഇവന്റെ ക്രൂരമായ പ്രവർത്തനം കാരണത്താൽ മുത്തുനബിയെ സ്വപ്നം കണ്ടു എന്ന് പറയുന്നു. ഇടപാടുകൾ ശരിയല്ല. മുത്തുനബിയെ സ്വപ്നം കണ്ടു എന്ന് പറയുന്നു. പലിശക്കാരനാണ്, പലിശ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നു. എത്ര പോരം കാണാ. 21 വിളിച്ചു പറയും വാട്സപ്പ് ഉസ്താദെ ലൈലത്തുൽ ഖദർ ഇന്നലാണ് കേട്ടോ. ഞാൻ ഇന്നലെ ലൈലത്തുൽ ഖദർ കണ്ടു. അപ്പോൾ നമ്മൾ വിചാരിക്കും അതായിരിക്കും. 23 പിന്നെ വിളിക്കും, ആ ഉസ്താദെ വേറെ ആള്. ഞാൻ ഇന്നലെ കേട്ടോ ലൈലത്തുൽ ഖദർ. ഇത് 29 രാവ് വരെ ഉണ്ടേ. 29 രാവ് കഴിഞ്ഞ് 30 കാണാ. ഇന്നലെ ഇരുന്നു ഉസ്താദ്, വേറെ ആള് ലൈലത്തുൽ ഖദർ ഞാൻ കണ്ടു. ഇപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യും? ഞാൻ എന്റെ അനുഭവമാണ് പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. की मोहम्मद से वफा तूने तो हम तेरे है, ये जहान चीज क्या ലോഹ കലം तेरे है. ഇങ്ങനെയുള്ള പരിപാടികൾ, മുത്തുനബിയുടെ പേരുള്ള പരിപാടികൾ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, വളരെ നല്ലത് തന്നെയാണ്. പക്ഷെ ഇപ്രകാരം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടും അതിനെ ഉത്ബോധിപ്പിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു സാമീപ്യം നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള സദസ്സ് നമുക്ക് ഈ മഹാന്മാരെ കൊണ്ടാണ് കിട്ടിയത്. ഈ മഹാന്മാർ നമ്മളെ മുത്തുനബിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്, അള്ളാഹുവിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. പ്രിയമുള്ള സഹോദരൻ, നമ്മളൊക്കെ ഇപ്പോൾ അഭിമാനിക്കുന്നവരാണ്. ഞാൻ മുഹമ്മദിയാണ് എന്നുള്ളതിൽ അഭിമാനിക്കുന്നവരാണ്. മുത്തുനബിയുടെ ഉമ്മത്തികളാണ് നാം എന്നതിലാണ് നമുക്ക് അഭിമാനം. അതിലാണ് അഭിമാനം വേണ്ടതും. ഞാൻ മുഹമ്മദിയാണ്, ഞാൻ മുസ്തഫ നബി തങ്ങളുടെ ഉമ്മത്തിയാണ് എന്നതിലുള്ള അഭിമാനം അത് ആർക്കുണ്ടോ അവന്റെ രോമം തൊടാൻ ഇവിടെ ഒരാൾക്കും സാധ്യമല്ല. കാരണം മുത്തുനബിയുടെ സാമീപ്യം കൊണ്ട് അഭിമാനം സിദ്ധിച്ച, അഭിമാനം പ്രാപിച്ച എല്ലാ മഹാന്മാരും ഇവിടെ അഭിമാനികളായിട്ട് തന്നെയാണ് ജീവിച്ചത്. മഹാനായ സയ്യിദ് അലവി മമ്പറൻ തങ്ങളായാലും, മഹാനായ ഉമർ ഖാലി തങ്ങളായാലും, അഹമ്മദുൽ കബീർ റിഫാഇ തങ്ങളായാലും, നമ്മളെ നാട്ടിലുള്ള ബഹുമാനപ്പെട്ട, നമ്മളെ ചാരത്തുള്ള നമ്മളെ നേതാവ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളായാലും, പുത്തമ്പള്ളിയിലുള്ള കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ തങ്ങളായാലും, മഹാനവറുകളാണെങ്കിലും, ബഹുമാനപ്പെട്ട സയ്യിദ് പുന്നാനിയിലുള്ള സയ്യിദ് അബ്ദുറഹ്മാൻ ഹൈദ്രോസി ഖാദിരി തങ്ങളാണെങ്കിലും, ഇവിടെ ചാരത്ത്, ഇവിടെയുള്ള തോട്ടുങ്ങപ്പള്ളിയുടെ ചാരത്ത് കിടക്കുന്ന ബഹുമാനപ്പെട്ട പത്താൻ വലിയുള്ളാഹിൽ ചിശ്തി മഹാനവറുകളാണെങ്കിലും, ഇവരെല്ലാം അഭിമാനത്തോടു കൂടിയാണ് ജീവിച്ചത് ഈ കേരളക്കരയിൽ. അല്ലെങ്കിൽ അവരെവിടെ വസിച്ചോ അവിടെയൊക്കെ. എന്തുകൊണ്ടാണത്? അവർക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അഭിമാനമുണ്ടായിരുന്നു. ഞാൻ ആരാണ് എന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നു. ഞാൻ മുഹമ്മദിയാണ് എന്നുള്ള ബോധം ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട നമ്മളെ ഷെയ്ഖായ ഷെയ്ഖുന കൻസുൽ മശായിഖ് സയ്യിദ് അഹമ്മദ് മൊഹീദ്ദീൻ നൂരി ഷാ സാനി ജീലാനി തങ്ങൾ മഹാനവറുകൾ ഇപ്രാവശ്യം അതിനെ സംബന്ധിച്ച കൂടുതൽ നമ്മളോട് പറഞ്ഞിരുന്നത്. നമ്മൾ മുഹമ്മദിയാണ് എന്നുള്ളതിന് അത്രയധികം അഭിമാനിക്കേണ്ട കാര്യമാണത്. അമ്പിയാക്കൾ പോലും, അവർക്ക് പോലും ഹാസുലിന്റെ ശുദ്ധിക്കുല്ലി, അവർക്ക് പോലും പൂർണ്ണമായി ലഭിക്കാത്തതായ നിഅമത്തുകൾ. അമ്പിയാക്കൾ ആരാണ്? അമ്പിയാക്കൾ നമ്മൾക്ക് അവരുടെ ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ, നമ്രൂദിന്റെ അഗ്നികുണ്ഡത്തില് ആ അഗ്നികുണ്ഡത്തെ ചന്ദനച്ചാറാക്കി മാറ്റായ ഇബ്രാഹിം ഖലീലുല്ലാഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ ഈ അമ്പിയാക്കള്, അവർക്ക് പോലും പൂർണ്ണമായി ലഭിക്കാത്തത് ആർക്ക് ലഭിച്ചു എന്നാണ് മഹാന്മാർ പറഞ്ഞു. മൗലാന റൂം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ആ ചീസ്, ആ വസ്തു, ആ അനുഗ്രഹങ്ങള് ബുദ്ധിമുട്ടില്ലാതെ ആസാൻ സുദഷ്തുമാറ, വളരെ എളുപ്പത്തിൽ ഉമ്മത്തികളായ നമ്മളത് അടിച്ചു മാറ്റിപ്പോയി. അവർക്ക് ലഭിക്കാത്ത പല നിഅമത്തുകളും ഈ അവസാനത്തെ കാലത്തെ നബിയായ ഖാത്തിമുൻ നബിയായ മുത്തുനബിയുടെ ഉമ്മത്തികൾക്ക് ലഭിച്ചു. സഹോദരന്മാരെ, മുത്തുനബിയുടെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു തൻ പരിശുദ്ധ ഖുർആൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മുത്തുനബിയെ സംബന്ധിച്ച്
ഇഷ്ടം പോലെ കാണാൻ സാധിക്കും. മുത്തുനബിയെ സംബന്ധിച്ചാണ് കൂടുതലും അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചിട്ടുള്ളത്. മുത്തുനബിയെ സംബന്ധിച്ച് ഒന്ന് ആലോചിച്ചു നോക്കി. പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും നബിമാരെ യാ മൂസ എന്ന് പറയുന്നത് കാണാം. അയ്യാ ഇബ്രാഹിം നബിയെ എന്ന് അള്ളാഹു പേരെടുത്ത് വിളിക്കുന്നത് കാണാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പേരെടുത്ത് വിളിച്ചത് കാണാൻ സാധിക്കും. യാ നൂഹ് നബി അലൈഹി സ്വലാമിനെ പേരെടുത്ത് വിളിച്ചത് കാണാം, അല്ലേ? പക്ഷേ മുത്തുനബിയെ പേരെടുത്ത് വിളിച്ചത് കാണാൻ സാധിക്കൂല. മുത്തുനബിയെ പേരെടുത്ത് വിളിച്ചിട്ടില്ല. മുത്തുനബിയെ എങ്ങനെയാണ് അല്ലാഹു തആല അഭിസംബോധന ചെയ്തത്? യാസീൻ, അല്ലേ? റഹ്മത്തൽ ലിൽ ആലമീൻ, യാ മുസമ്മിൽ, അല്ലേ? പുതപ്പ് പുതച്ചവരെ, യാ മുദ്ദക്കിർ, ത്വാഹ. കണ്ട എന്ത് പുന്നാര പേരുകൾ വിളിച്ചിട്ടാണ് മുത്തുനബിയെ അഭിസംബോധന ചെയ്തിട്ടുള്ളൂ ഖുർആനിൽ. ഒരു പേര് വിളിച്ചിട്ട് നേരെ പോലും അല്ലാഹു തആല എന്ത് ചെയ്തിട്ടില്ല, മുത്തുനബിയെ പേര് വിളിച്ചിട്ട് പോലും പറഞ്ഞിട്ടില്ല. അത്രക്കും മുത്തുനബിയോടുള്ള ആ സ്നേഹത്തെയും മുത്തുനബിയോടുള്ള അദബിനെയുമാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, മുത്തുനബിയുടെ പ്രേമത്തെ നമ്മൾ വിവരിക്കുകയാണെങ്കിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ക് വെച്ച ഇന്നൊരു മഹാൻ ഉണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അവർക്ക് ആ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി. ഇമാം മൂസി റഹ്മത്തുള്ളാഹി അലൈഹി ആയാലും, റിഫായി ഷെയ്ഖിനെ പറ്റി പറഞ്ഞാലും, ഉമർ ഖാദി തങ്ങളെ പറ്റി, ഏത് മഹാന്മാരെ പറ്റി പറഞ്ഞാലും അള്ളാഹുവിന്റെ റസൂലിനോട് പ്രേമമുള്ളവരായിരുന്നു ഇവർ എന്ന് പറയാൻ ഈ നൂറിന്റെ ഹദീസിനെ എതിർക്കുന്നവരും ഈ നബിദിനത്തിനെ എതിർക്കുന്നവരുമായ അവരുടെ നേതാക്കന്മാരുടെ ആരുടെയെങ്കിലും ഒരു പേര് പറയാൻ പറ്റുമോ? ഇല്ല. ഈ എല്ലാ മഹാന്മാരിലേക്ക് നോക്കിയാൽ അവർക്കൊക്കെ ഒരു ഷെയ്ഖ് ഉണ്ടായിരുന്നു. കാരണം മഹാന്മാരായ മശായിഖന്മാരിലൂടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖീഖത്തിനെ മനസ്സിലാക്കി, യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിയപ്പോഴാണ് അവർക്ക് ഈ പ്രേമം വന്നത് ഉള്ളിൽ. മുത്തുനബിയോടുള്ള പ്രേമം, മുത്തുനബിയോടുള്ള സ്നേഹം നമ്മളെ ഉള്ളിലേക്ക് വരണമെങ്കിൽ അള്ളാഹിന്റെ റസൂലിനെ പറ്റി അറിയണം. ഒന്നും തരാത്ത ഒരാളോട് എന്ത് സ്നേഹം ഉണ്ടാവാനാണ്? മുത്തുനബിക്ക് ഇപ്പോഴും നമ്മളോട് ബന്ധമുണ്ട് എന്നുള്ളത് നമ്മൾ ശരിക്കും ഇങ്ങനെ അനുഭവിക്കുമ്പോൾ എപ്പോഴും മുത്തുനബിയുമായുള്ള ബന്ധം നമ്മൾക്ക് സ്ഥിരപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെയാണ്. അതല്ലേ ഒരു കവി പാടിയത്, മേരെ ദിൽ സേ കോയി പൂച്ചേ കഹാ മുഹമ്മദ്. എൻ്റെ ഹൃദയത്തോട് ഒരാൾ ചോദിക്കുകയാണ്, എവിടെയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, മേരെ സാമനെ മുഹമ്മദ്, എൻ്റെ മുൻവശം മുത്തുനബിയുണ്ട്. മേരെ ചാർസൂ മുഹമ്മദ്, എൻ്റെ എല്ലാ വശവും എൻ്റെ ചുറ്റുഭാഗവും മുത്തുനബിയുണ്ട് എന്നാ ഞാൻ മറുപടി പറയാൻ. അവർക്ക് എല്ലായിടത്തും മുത്തുനബിയെ ദർശിക്കാൻ സാധിക്കും. കാരണം അവർ ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുമ്പോൾ, ആ നൂറിനെ മനസ്സിലാക്കുമ്പോൾ, അവരങ്ങനെ അതിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുത്തുനബിയെ ഓർക്കാതിരിക്കാൻ അവർക്ക് പറ്റാതാവുന്നു. മാത്രമല്ല മുത്തുനബി അവരിലേക്ക് വെളിപ്പെടാൻ തുടങ്ങും. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം വർദ്ധിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ നമുക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ചിത്രവും മറ്റൊക്കെ നമ്മളെ മനോമുഖരത്തിലേക്ക് വരുള്ളൂ. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാതെ കണ്ട്, അള്ളാഹുവിന്റെ റസൂലിനെ ഇത്തിബാ ചെയ്യാതെ കണ്ട് നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നം കാണാൻ മാത്രം വിധിച്ചവരും അതിനാഗ്രഹിച്ചവരുമാണെങ്കിൽ നമ്മളെ കാര്യം വളരെ പോക്കാണ്. അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ടോണ്ട് മാത്രം ഒരാളെ എവിടേക്കെത്തില്ല. അത് അള്ളാഹുവിന്റെ റസൂലിനെ കൂടുതൽ ചിന്തിക്കുന്നവർക്ക് ചിലപ്പോൾ ഖിയാലിയായ കശ്ഫ് കാരണത്താൽ റസൂലിനെ കണ്ടെന്ന് വരും. ആളുകളൊക്കെ ഇന്ന് സ്വപ്നം കാണാൻ വേണ്ടി എന്തൊക്കെ സ്വലാത്ത് ചെല്ലാൻ പറ്റും, എന്തെല്ലാം ദിക്ർ എല്ലാം പറ്റും നോക്കി നടക്കാണ്. സ്വപ്നം കണ്ടാലോ വാട്സപ്പിൽ വിട്ടു, ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങുമ്പോൾ മുത്തുനബിയെ കണ്ടു. പിന്നെ അതിന്റെ കിബറായി. അള്ളാന്റെ റസൂലിനെ സ്വപ്നം കാണുന്നത് ആളുകളുടെ സ്ഥാനം ഉണ്ടാക്കാനാണ്. ഇന്ന് ജനങ്ങൾ മനസ്സിലാക്കട്ടെ, ഞാൻ മുത്തുനബിയെ സ്വപ്നം കണ്ട ഒരു മഹാനാണ്, അല്ലെ മഹദിയാണ് എന്ന്. സഹോദരന്മാരെ, ഒരു മഹത്വവും നിങ്ങൾക്കില്ല. മുത്തുനബിയെ സ്വപ്നം കണ്ടോടൊരു മഹത്വം കിട്ടണമെങ്കിൽ അബൂജാഹിൽ കിട്ടേണ്ടിയിരുന്നു. അബൂജാഹൽ എന്താ കഹാ ദേക്കാ മുഹമ്മദ് കോ ജോ സിദ്ദീഖോനെ ദേഖി ഹേ വോ സൂറത്ത് ഹേ മുഹമ്മദ് കി. അന്ധനായ അബൂജാഹിൽ, മുത്തുനബിയുടെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാത്ത അബൂജാഹിൽ എങ്ങനെയാണ് മുത്തുനബിയെ കാണാൻ, എങ്ങനെ മുഹമ്മദ് മുസ്തഫയെ കാണാനാണ്? ജോ സിദ്ദീഖോനെ ദേഖി ഹേ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹഖീഖത്ത് മനസ്സിലാക്കിയ സിദ്ദീഖ് എന്നവർ കണ്ട പൂമുഖമുണ്ടല്ലോ, ഓ മുഹമ്മദ്, അതാണിത് സൂറത്തെ മുഹമ്മദ് കി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയുടെ രൂപ യഥാർത്ഥത്തിൽ അതാണ് എന്നാണ് മഹാന്മാര് പറയുന്നത്. സ്വപ്നം കണ്ടോണ്ട് കാര്യമില്ല. മുത്തുനബിയെ നമ്മൾ സ്വപ്നം കാണുന്നതിലല്ല കാര്യമുള്ളത്. മുത്തുനബി സന്തോഷത്തോടു കൂടി നമ്മെ കാണലിലാണ് കാര്യമുള്ളത്. അത് നമ്മൾ ഉമ്മത്ത് മനസ്സിലാക്കണം. എങ്ങനെയാണ് മുത്തുനബി നമ്മളെ സന്തോഷത്തോടെ കാണാൻ? ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു എന്ന് പറയുന്നു.
ആ വ്യക്തി വീട്ടിൽ ഭർത്താവിനോട് പിണക്കമാണ്, ആ ഭർത്താവ് വീട്ടിൽ ഭാര്യയോട് പിണക്കമാണ്. മുത്തുനബിയെ സ്വപ്നം കണ്ടു എന്ന് പറയുന്നു. അയൽവാസികൾക്ക് ഇദ്ദേഹത്തെ വെറുപ്പാണ്. ഇവന്റെ ക്രൂരമായ പ്രവർത്തനം കാരണത്താൽ മുത്തുനബിയെ സ്വപ്നം കണ്ടു എന്ന് പറയുന്നു. ഇടപാടുകൾ ശരിയല്ല. മുത്തുനബിയെ സ്വപ്നം കണ്ടു എന്ന് പറയുന്നു. പലിശക്കാരനാണ്, പലിശ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നു. എത്ര പോരം കാണാം. അങ്ങനെയാണ്. എനിക്കറിയാം, എനിക്ക് ഓരോരുത്തർ വാട്സപ്പിൽ പറയണം. ഞാൻ പറയും സ്വപ്നം കണ്ട അവിടെ വെക്ക്, ആ കടം അത് ശരിയാക്കുന്നു. ലൈലത്തുൽ ഖദറിന്റെ ദിവസം 21-ന് കണ്ടു വിളിച്ചു പറയും. വെറുതെ പറയല്ല, ഞാൻ 21-ന് വിളിച്ചു പറയും വാട്സപ്പ്, ഉസ്താദേ ലൈലത്തുൽ ഖദർ ഇന്നലാണ് കേട്ടോ. അനക്ക് എങ്ങനെ? ഞാൻ ഇന്നലെ ലൈലത്തുൽ ഖദർ കണ്ടു. അപ്പൊ നമ്മൾ വിചാരിക്കും അതായിരിക്കും. 23-ന് പിന്നെ വിളിക്കും, ഉസ്താദേ വേറെ ആള്. ഞാൻ ഇന്നലെ കേട്ടോ ലൈലത്തുൽ ഖദർ. ഇത് 29-ന്റെ രാവ് വരെ ഉണ്ടേ. 29-ന്റെ രാവ് കഴിഞ്ഞ് 30-ന് കാണാം. ഇന്നലെ ഇരുന്നു ഉസ്താദ്, വേറെ ആള് ലൈലത്തുൽ ഖദർ ഞാൻ കണ്ടു. അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യും? ഞാൻ എന്റെ അനുഭവമാണ് പറയുന്നത്. ഇതുപോലെ മുഹമ്മദ് മുസ്തഫയെ കണ്ടു എന്ന് പറയുന്ന ആളുകള്, നമുക്കറിയാം അവരുടെ ജീവിതത്തിന്റെ കാര്യങ്ങള്. ഈ റസൂലുള്ളാഹിയെ സ്വപ്നം കാണുന്നതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ പിളപ്പിച്ച് അവരെ വഴികേടിലാക്കുന്ന എത്ര ത്വരീഖത്തുകൾ ഇന്നുണ്ട്. മുത്തുനബിയുടെ പേരിൽ പിഴപ്പിക്കുന്നവര്. ഇത് ശരിക്കും മനസ്സിലാക്കണം. മുത്തുനബിയെ സ്വപ്നം കാണാനല്ല ഇവിടെ വന്നത്. മുത്തുനബി അതിനല്ല ഇവിടെ വന്നത്. ഖുർആൻ എടുത്തു നോക്കിയാലും ഹദീസ് എടുത്തു നോക്കിയാലും മുത്തുനബിയെ സ്വപ്നം കണ്ടത് കൊണ്ട് നിങ്ങൾ സ്വർഗത്തിലാണ് എന്നോ, അല്ലെങ്കിൽ ആ സ്വപ്നം കണ്ടത് കാണത്താൽ നീ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്നോ ഏതെങ്കിലും ഒരു തെളിവ് വരാൻ പറ്റുമോ? നമ്മൾ ജീവിതത്തിൽ സ്വപ്നം കണ്ടിട്ടില്ലെങ്കിലും ശരി, മുത്തുനബി നമ്മളെ കൊണ്ട് സന്തോഷമുണ്ടെങ്കിൽ മക്കളെ, നമുക്ക് ആ സന്ദർഭത്തിൽ മുത്തുനബിയെ കാണാൻ സാധിക്കും. ഖബറിൽ സന്തോഷത്തോടെ കാണാൻ സാധിക്കും. മാശറിൽ സന്തോഷത്തോടെ കാണാൻ സാധിക്കും. നാളെ ജന്നത്തിലും സ്വർഗത്തിലും മുത്തുനബിയുടെ കൂടെ നമുക്ക് അല്ലാഹു തആല നമുക്ക് ലഭിക്കും. അതിനെന്ത് വേണമെന്നറിയോ? അതാണ് പറയുന്നത്. ഈ മഹാന്മാരായ കാമിലീങ്ങളായ മുറബ്ബിയാക്കളായ ശൈഖന്മാരെ പിടിക്കണം. മുറബ്ബിയാക്കളെ പിടിക്കണം. ആ സിൽസില ഇങ്ങനെ ഓരോ ഇയ്യകൾ കുറെ ഉണ്ടായിട്ട് കാര്യമില്ല. എന്തായി എന്ന് നോക്കേണ്ടത്. നീ ആരെ പിടിച്ചു? കാമിലും മുറബ്ബിയുമായ ഒരു ശൈഖിനെ പിടിക്കാതെ രക്ഷപ്പെടൂല മക്കളെ, രക്ഷപ്പെടൂല. കാമിലും മുറബ്ബിയെ ശൈഖിനെ പിടിച്ചാൽ അവരെന്താ ചെയ്യുന്നറിയോ? അവർ ചെയ്യുന്ന പണി നമ്മളൊന്ന് നേരാക്കലാണ്, നമ്മളെ തെറ്റുകൾ തിരുത്തലാണ്. പല ആളുകൾക്കുള്ളതാണ് ഇൽമ കിട്ടണില്ല. ഞാൻ ഇന്ന സ്ഥലത്ത് പോയി, ഇൽമ കിട്ടണില്ല. അപ്പുറത്ത് കുറെ ഇൽമുണ്ട്. അങ്ങനെ കുറെ ഇൽമ സംസാരിക്കണവരെ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പം നിർത്തട്ടെ. കുറെ ഇൽമുകൾ സംസാരിക്കണം ഞാൻ എൻ്റെ ചെവിയിൽ കേട്ടിട്ടുണ്ട്. എൻ്റെ അടുക്കൽ വന്നുകൊണ്ട് വലിയ ഇൽമൊക്കെ ഒരാളെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഒരു ശൈഖുനാ തങ്ങളുടെ വേദിയൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഒരാളിനോട്, പിന്നെ ഞാൻ ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല, ഇവിടെ ഈ വേദിയിൽ നിൽക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ ശൈഖുനാ തങ്ങളെ കസേരമേ ഇരുന്നിട്ട് ഈ പരിപാടിയിൽ ആരിഫ് സർക്കാർ ഉണ്ടാകുമ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ വിചാരിച്ചു, ഇന്നെപ്പറ്റി ഇപ്പം പറയും ശൈഖുനാങ്ങൾ. ഞാൻ മനസ്സിൽ വിചാരിച്ചു നോക്കട്ടെ, എൻ്റെ ഈ വിഷയം ശൈഖുനാങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ മൂപ്പര് കാമിലായ ശൈഖാണ്. പിന്നെ ഞാൻ മുറാക്കബ ചെയ്ത് നോക്കി, അപ്പം നിറങ്ങളൊന്നുമില്ല. ഞാൻ പറയും, നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? നിറങ്ങളൊന്നും കാണുന്നില്ല. അപ്പം നിറങ്ങൾ കാണും. അപ്പം എന്താ, ഇന്നാലിന്ന ത്വരീഖത്തിൽ വയ്യത്തേതാ മുറാബ് ചുവപ്പ് നിറം കാണും, നീല നിറം കാണും, മഞ്ഞ നിറം കാണും. ഇവിടെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇപ്പോൾ ഒരു ത്വരീഖത്ത് വന്നിക്കണേ, യൂട്യൂബിലൊക്കെ കാണാം, ഷിയാക്കളുടെ ത്വരീഖത്ത്. ഏതോ എനിക്ക് അതിൻ്റെ പേര് ഓർമ്മയില്ല. ഇതൊക്കെ പറയണ എന്താ വെച്ചാൽ എവിടെയെങ്കിലും പോയിട്ട് തലവെക്കാൻ നിൽക്കണ്ട, ട്രെയിനിൽ തലവെക്കണമാതിരി പിഴച്ചു പോകാൻ നിൽക്കണം. അതുകൊണ്ടാണ് എല്ലാവരോടും പറയണത്. ഇതിനൊന്നല്ല ത്വരീഖത്ത്. ഞാൻ പറഞ്ഞു, കസേരയിൽ നിങ്ങൾ ആ മൂലക്കിരുന്നും കണ്ട് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു. ഇതേപോലെ 5000 ആൾക്കാരുണ്ട് അവിടെ പങ്കെടുത്ത ഷെയ്ഖുനാന്റെ പ്രസംഗത്തിൽ. ആ 5000 ആൾക്കാരും ചിന്തിച്ചൊക്കെ ഷെയ്ഖുന പറയാൻ നിന്നുണ്ടെങ്കിൽ പിന്നെ ഷെയ്ഖുനാന്റെ വിഷയം പറയലുണ്ടാവും. അപ്പൊ സമയം ചെയ്യൂല. ഈ 5000 ആൾക്കുള്ളതൊക്കെ പറയണ്ടേ? നിങ്ങളെന്ത് പൊട്ടതറ പറയണമെന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ജനങ്ങളുടെ ചിന്തകള്. ജനങ്ങളുടെ ചിന്തകൾ ത്വരീഖത്ത് കൊണ്ട് കിട്ടേണ്ടത് നിറങ്ങളാണ്, സ്വപ്നം കാണലാണ്. ത്വരീഖത്ത് കൊണ്ട് മഹാന്മാരായ കിതാബുകൾ എടുത്ത് നോക്ക്, മഹാന്മാരായ മശായിഖന്മാരുടെ ത്വരീഖത്ത് കൊണ്ട് കിട്ടേണ്ട അല്ലാഹു തആലാന്റെ മഅരിഫത്താണ്, അല്ലാഹു തആലാന്റെ ഖുർബാണ്, വസുലാണ്, വിലായത്താണ്, റിദ്വാനാണ്. നാളെ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ ലിഖാഉം ഈ ദുനിയാവിൽ മഅരിഫത്ത് കൊണ്ടുള്ള അല്ലാഹുവിന്റെ ദർശനമാണ്. ഹഖീഖത്തെ മുഹമ്മദ് കൊണ്ടുള്ള മുത്തുനബിയുടെ ഉണർവിലുള്ള ദർശനമാണ്. വെറും രൂപല്ല, രൂപം കാണുന്നതിനെക്കാട്ടി അപ്പുറമുള്ളത് കാണിച്ചു തരും. മുത്തുനബിയുടെ കുല്ല്
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലിനെ സംബന്ധിച്ച് അവർ നമുക്ക് ശരി കാണിച്ചു തരും. രൂപം അതിനുശേഷമാണ്. പ്രിയപ്പെട്ടവരെ, പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മക്കളെ, നമ്മളുടെ പാപങ്ങൾ പോലും പുറത്തു കിട്ടുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്കൊണ്ട് ദുആ ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ അർഹത മുത്തുനബിയെയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ നോക്കിക്കൂടെ? ഇതിലൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞാണ് എൻ്റെ 100 കൊണ്ടാണ് എല്ലാം സൃഷ്ടിച്ചത്. ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൽ മുത്തുനബിയുടെ 100 ഉണ്ട് എന്നുള്ളത് ഒരു ഭാവനയിലും വെച്ചൂടെ? എന്തൊരു അദബ് വരും നമുക്ക്. എന്നിലും മുത്തുനബിയുടെ 100 ഉണ്ട് എന്നുള്ള ഭാവന വെച്ചൂടെ? എന്തൊരു അദബുണ്ടാവും. എനിക്ക് മുത്തുനബി അന്നബി ഔലാബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നബി അവരുടെ നഫ്സുകളേക്കാൾ അവരുടെ ജീവനേക്കാൾ അടുത്തവരാണ് അവരോട്. ഖുർആന നമ്മളെ ജീവനേക്കാൾ അടുത്ത നമ്മളെ നബി നമ്മളോടുണ്ട്. ആ നബിയോടുള്ള സ്നേഹം വളർത്തിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതിനു വേണ്ടിയുള്ള സദസ്സുകളിലേക്ക് നമ്മൾ വരണം. ഇതേപോലുള്ള മഹാന്മാരായ മശായിഖന്മാരുടെ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന കൻസുൽ മശായിഖ് സയ്യിദ് അഹമ്മദ് മൊഹീൻ നൂറി ഷാ സാനി ജീലാനി മഹാനവറുകൾ നമ്മൾക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ ശോചനീയമായ അവസ്ഥയിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഈ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാഥാർത്ഥ്യങ്ങളെ ഉമ്മത്തിന് അറിയിച്ചു തരാൻ വേണ്ടിയിട്ട്, ഈ ദീനിൻ്റെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്, നമ്മളെ പതുക്കെ അള്ളാഹുവിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മളെ ശൈഖുനാ തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. സദസ്സുകളിൽ പങ്കെടുക്കണം. അവരുടെ കരങ്ങൾ പിടിച്ച് ബൈഅത്ത് ചെയ്തിട്ട് അവരുടെ ത്വരീഖത്തുകളിൽ പ്രവേശിക്കണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളും ഇതേപോലുള്ള ശരിയായ റസൂലുള്ളാഹിയുടെ ഉമ്മത്തിയായി മാറാൻ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. കൂടുതൽ സംസാരിച്ച് സമയം കളഞ്ഞിട്ടുണ്ടെങ്കിൽ, സമയം കളഞ്ഞിട്ടൊന്നുമില്ല, മുത്തുനബിയെ പറ്റിയാണ് സംസാരിച്ചത്. ആർക്കെങ്കിലും ഇതുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടണം. ബഹുമാനപ്പെട്ട ഉസ്താദൊക്കെ കുറേ അസുഖങ്ങളായിട്ട് ഇന്നലെ വരെ ഇന്നും അസുഖനാണ് വരുന്നത്. സംസാരിച്ചപ്പോൾ അസുഖമൊന്നും ഇല്ലാതായി മാറിയതാണ്. അൽഹംദുലില്ലാഹ് പൂർണ്ണ ഷിഫ നൽകട്ടെ. അതുപോലെ ഷെയ്ഖുനാ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ഷിഫ നൽകട്ടെ. ആരോഗ്യത്തുള്ള ദീർഘായുസ് നമ്മുടെ ഷെയ്ഖുമാർക്കും ഉസ്താദുമാർക്കും അല്ലാഹു നൽകട്ടെ. നമ്മുടെ ഷെയ്ഖുമാരുടെ ദറജാത്തുകൾ അല്ലാഹു തആല നാൾക്ക് നാൾ അല്ലാഹു തആല ഉയർത്തിക്കൊണ്ടേയിരിക്കട്ടെ. അല്ലാഹു തആല നമ്മളെല്ലാവർക്കും അല്ലാഹു കാമിലായ മഗ്ഫിറത്ത് നൽകട്ടെ. നമ്മളേവരെയും മുത്തുനബി ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. അല്ലാഹുവിൻ്റെ റസൂലിനുള്ള സ്നേഹവും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്നേഹവും അല്ലാഹു തആല അവരുടെ ഔദാര്യമായി നമുക്ക് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ ഉമ്മത്തിന് മൊത്തം അല്ലാഹു തആല പൊറുത്തിരട്ടെ. എല്ലാവരെയും അല്ലാഹു തആല എല്ലാ വഴികേടുകളിൽ നിന്നും അല്ലാഹു തആല രക്ഷപ്പെടുത്തട്ടെ. ഇതിനു വേണ്ടി പണം ചെലവാക്കിയ ആളുകൾ, അതുപോലെ തന്നെ ഇതിനുവേണ്ടി സേവനം ചെയ്ത ആളുകൾ അല്ലാഹു എല്ലാവരിൽ നിന്നും ഖബൂൽ ചെയ്യട്ടെ. ബിജായി സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.